പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉത്രാട ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്കാണ്. കാഴ്ചക്കുല സമർപ്പണത്തിനും വഴിപാടുകൾക്കുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ചിങ്ങമാസമായതിനാൽ തന്നെ നിരവധി വിവാഹങ്ങളും ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ലെവിൻ കെ വിജയൻ ഗുരുവായൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉത്രാട ദിനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്കറിയാം മുൻ വർഷത്തേക്കാൾ വലിയ തിരക്കാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. രാവിലെ തന്നെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചു. കാഴ്ചക്കുല സമർപ്പിക്കാനും മറ്റുമായി നിരവധി ഭക്തരാണ്, ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ 3:30 നട തുറക്കുകയും വലിയ ക്യൂവിന് ശേഷം ഭക്തർക്ക് പലർക്കും ക്ഷേത്രത്തിൽ കടന്ന് കാഴ്ചക്കുല സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. നിരവധി ആളുകൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയം കഴിഞ്ഞും ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളോടൊപ്പം ഒരു കുടുംബം ചേരുകയാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണല്ലേ ഉത്രാട ദിനം ഗുരുവായൂരേക്ക് എത്തിയത്? തീർച്ചയായിട്ടും എല്ലാ മാസവും വരണമെന്ന് വിചാരിക്കും. ചില മാസങ്ങളിലൊക്കെ ഭഗവാൻ നമ്മളവിടെ എത്തിക്കും. ആദ്യമായിട്ടാണ് കാഴ്ചക്കുല സമർപ്പിക്കാൻ ഇന്ന് ഇപ്പോൾ ആദ്യമായിട്ട് ഉത്രാടത്തിന് കാഴ്ചക്കുല സമർപ്പിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. ഈ കാഴ്ചക്കുലയുടെ ഐതിഹ്യത്തെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഇല്ല, വലിയ അറിവില്ല. ഭഗവാന്റെ ഇഷ്ട വഴിപാട് എന്നുള്ള നിലയിലാണ് കാഴ്ചക്കുല സമർപ്പിക്കുന്നത്. ഇത് കദളിക്കൊലയാണ്, കദളിക്കൊല സമർപ്പിക്കാനാണെന്ന് ആദ്യമായിട്ടാണ് ഉത്രാടത്തിന് വരുന്നത്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. കാഴ്ചക്കുല സമർപ്പിക്കാനും മറ്റുമായി എത്തി മടങ്ങിപ്പോയ ആളുകൾ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത് ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ വിവാഹങ്ങളുടെ കൂടി സമയമാണ്. ഇന്ന് മാത്രം 250-ലധികം വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. പുലർച്ചെ 3:30 തുടങ്ങിയ ദർശനം പ്രത്യേക തിരക്കുകൾ പ്രമാണിച്ചുകൊണ്ട് 1 മണിക്കൂർ കൂടെ നീട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരിക്കും നടയടയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളും ഈ ഉത്രാട ദിനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവോണ ദിവസം ഗുരുവായൂരപ്പനെ ഓണക്കോടി സമർപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങും ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട്. അത്തരത്തിലുള്ള വിപുലമായ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹാപ്രസാദം മൂട്ട് തുടങ്ങിയ കാര്യങ്ങളും ക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ടും ഈ ചിങ്ങമാസത്തോടനുബന്ധിച്ചുമൊക്കെ പതിവ് പോലെ തന്നെ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുകയാണ്. ഏതായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുന്ന തിരക്കാണെങ്കിലും ഉത്രാട ദിവസം പ്രമാണിച്ചുകൊണ്ട് ഇന്ന് വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിലെമ്പാടും അനുഭവപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ കാഴ്ചക്കുല സമർപ്പിക്കാനെത്തി. പതിവ് ചടങ്ങുകളും വിശേഷാൽ ചടങ്ങുകളും ഒക്കെ പൂർത്തീകരിച്ച് കാഴ്ചക്കുല സമർപ്പിച്ച് ഭക്തർ മടങ്ങിയിട്ടും നിരവധി ആളുകൾ വീണ്ടും കുലകളുമായി എത്തുന്നു ഗുരുവായൂരപ്പന് തങ്ങളുടെ ഇഷ്ടദേവന് വഴിപാട് സമർപ്പിക്കാനായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ കാര്യം. ക്യാമറാമാൻ സഹീർ ഗുരുവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.